കണ്ടാണശ്ശേരിയിൽ ആരോഗ്യധാര 24 പൊതുജനങ്ങളിൽ കൃത്യമായ ആരോഗ്യ ബോധവൽക്കരണം നൽകുക വഴി ജീവിതശൈലി രോഗങ്ങളെയും പകർച്ചവ്യാധികളെയും നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡുകളിലെ പ്രധാന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ജീവിതശൈലി രോഗപരിശോധന ക്യാമ്പ്, ആരോഗ്യ ബോധവൽക്കരണം, ആരോഗ്യ ഭക്ഷണ പ്രദർശന മത്സരം, ബോധവൽക്കരണ നാടകം, കലാപരിപാടികൾ എന്നിവയാണ് പൊതുജനങ്ങൾക്കായി സംഘടിപ്പിച്ചത്. പൊതുജനങ്ങൾക്ക് നൽകേണ്ട ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് വേറിട്ട രീതിയിൽ ജനങ്ങളിലേക്ക് കലാരൂപങ്ങളിലൂടെ ഹൃദ്യമായി എത്തിക്കാൻ ശ്രമിക്കുകയാണ് ആരോഗ്യവകുപ്പിന്റെ ലക്ഷ്യം. പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 5 കേന്ദ്രങ്ങളിൽ പരിപാടി സംഘടിപ്പിച്ചു. ദോഫാർ ഓഡിറ്റോറിയം കണ്ടാണശ്ശേരി, മറ്റം കരീസ്മ ഓഡിറ്റോറിയം, കൂനമുച്ചി പീപ്പിൾസ് സഹകരണ ബാങ്ക് ഹാള്, നമ്പഴിക്കാട് പേൾമൗണ്ട് ഓഡിറ്റോറിയം, ആളൂർ യുവജന സമാജം വായനശാല എന്നിവിടങ്ങളിൽ ജീവിതശൈലി രോഗങ്ങളെ കണ്ടെത്തുന്നതിനുള്ള പരിശോധന അടക്കമുള്ള മെഡിക്കൽ ക്യാമ്പുകൾ ഗ്രാമപഞ്ചായത്തിന്റെ ഹെൽത്ത് ഗ്രാന്റിൽ സ്കീമിൽ 4 ഉൾപ്പെടുത്തിയാണ് സംഘടിപ്പിച്ചത്. ആരോഗ്യധാരയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ദോഫാറിൽ ആരോഗ്യവകുപ്പ് തൃശൂർ ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ആൻഡ് NCD ഓഫീസർ ഡോക്ടർ ഷീജ എന്നെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ കൺസൾട്ടന്റ് ഡോക്ടർ യാനിക് പുതുശ്ശേരി ബോധവൽക്കരണ സന്ദേശം നൽകി. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ് കെ ആശംസകൾ അറിയിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിന്ത KP, ഹെൽത്ത് ഇൻസ്പെക്ടർ ജോസഫ് NF എന്നിവർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. പബ്ലിക് ഹെൽത്ത് നഴ്സ് KM ഷമീന, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് C, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ നിത ശ്രീനി, ബിനി ജെ, ഡെയ്സി ആന്റണി, MLSP നഴ്സുമാർ, RBSK നഴ്സ്, ആശാപ്രവർത്തകർ, കമ്മ്യൂണിറ്റി നഴ്സ്, ശ്രീകൃഷ്ണ കോളേജ് NCC NSS വളണ്ടിയർമാർ, മറ്റം സേവന ഹൈടെക് ലാബ് ജീവനക്കാർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പരിപാടിയോടനുബന്ധിച്ച് അവതരിപ്പിച്ച രാജാവും കുഴപ്പക്കാരനും എന്ന നാടകം പ്രശസ്ത തിരക്കഥാകൃത്ത് ജയരാജ് മിത്ര രചനയും കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് C സംവിധാനവും നിർവഹിച്ച് പ്രശസ്ത സിനിമ മിമിക്രി നാടക പ്രവർത്തകരെ അണിനിരത്തി വേലൂർ ജീവജ്വാല അക്കാദമി ഓഫ് ആർട്സ് അവതരിപ്പിച്ച നാടകം ഏറെ ശ്രദ്ധേയമായി. എൻലൈറ്റ് ന്യൂസ്, കുന്നംകുളം.